സ്വഹാബാക്കൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നബിച്ചങ്ങൾ പറയാണ്, നിങ്ങളെക്കാളും കൂടുതൽ ആ വിവരത്തിൽ എനിക്ക് വിവരമില്ല, എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് ആ വിഷയത്തിൽ അറിയുക എന്ന്. അപ്പൊ നബിച്ചങ്ങൾക്ക് ലോകാവസാനം എപ്പോഴാണ് എന്നൊരു വ്യക്തമായ വിവരണം അല്ലാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് ആർക്കും നൽകിയിട്ടില്ല. നബിത്തങ്ങൾ പറഞ്ഞു, ഇദാ ഖാമത്തിൽ ഖിയാമ, ലോകാവസാനം സംഭവിച്ചു. നിങ്ങളുടെ കൈകളിൽ ഒരു ചെടിയുണ്ട് എങ്കിൽ, അപ്പൊ ഇന്ന് ലോകാവസാനം സംഭവിക്കുകയാണ്. നിങ്ങളുടെ കൈകളിൽ ഒരു ചെടിയുണ്ട് എങ്കിൽ ആ ചെടിയെ നിങ്ങൾ നട്ടു വളർത്തണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ലോകാവസാനമല്ലേ, ഇനി എന്തിനാ ഈ ചെടി? ആർക്കാ ഈ ചെടി കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഇത് നട്ടു വളർത്തേണ്ട ആവശ്യം എന്താ? നിങ്ങളുടെ വീട്ടിലുള്ള തെങ്ങുകൾക്ക് വെള്ളം പിടിക്കണം, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, നിങ്ങളുടെ ബിസിനസ്സുകൾ നിങ്ങൾ ചെയ്യണം. ലോകാവസാനം എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കരുത് എന്നൊരു സന്ദേശമാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മൾക്ക് നൽകുന്നത്. അഥവാ ലോകാവസാനം എന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്നിൽ നിന്നും പിന്മാറരുത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. നമ്മൾക്കൊരു ശുഭാപ്തി വിശ്വാസവും മുന്നേറാനുള്ള ധൈര്യവും നിങ്ങൾ ഒതുങ്ങിക്കൂടരുത് എന്നൊരു സന്ദേശവും ഈ മഹത്തായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം ഖിയാമത്ത് നാൾ ഇന്നായാലും ഇനി നാളെ ആയാലും ഇനി ഒരുപാട് വർഷങ്ങൾക്കപ്പുറത്തായാലും അതിന്റെ ഡേറ്റുകളെ കുറിച്ചോ അതിന്റെ സമയത്തെക്കുറിച്ചോ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇനി നാളെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഹബീബിനോട് ആ യാത്രക്കാരൻ അടുത്ത ചോദ്യം ചോദിച്ചു, എന്നാൽ അഖ്ബിർനി അൻ അമാറാതിഹാ, നബിയേ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ നബിയേ? ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നില്ല. എന്നാൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അൻ തലിദൽ അമതു റബ്ബതഹാ, അൻ തലിദൽ അമതു റബ്ബതഹാ. അതിനർത്ഥം അടിമസ്ത്രീ ഉടമയെ പ്രസവിക്കൽ. അടിമസ്ത്രീ ഉടമയെ പ്രസവിക്കില്ല. മുതലാളിയെ തൊഴിലാളി പ്രസവിക്കുക. അതവർ അടിമ വീട്ടിലുണ്ടെങ്കിൽ അടിമ പ്രസവിക്കുന്ന മക്കള് മുതലാളിയാവുക. അതിന്റെ അർത്ഥം മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന മക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മാതാപിതാക്കളെ പേടിയില്ലാത്ത മക്കൾ ഉണ്ടാകുന്നത് മക്കളോട് ഞാൻ നിന്നിട്ട് കുടിക്കും. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടെ കുടിക്കേണ്ടി വരും. ഇപ്പൊ എപ്പോഴും ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്യാവശ്യം കിട്ടാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ടുണ്ട്. ഞാൻ വെള്ളം കുടിക്കല് കുറവാണ്. പക്ഷെ ചില സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചാൽ എന്താവും, അതേ പ്രശ്നം പിടിക്കാം. ഞാൻ ചില ഭക്ഷണമൊക്കെ കഴിച്ചാൽ പിന്നെ ഇങ്ങനെ അതിന്റെ കഫം കിട്ടുന്നിട്ട് സൗണ്ട് വരില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇരുന്നിട്ടാ കുടിക്കേണ്ടത്. വേറൊരു ഹദീസിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, നബിയേ ഹൽ മിൻ അലമിൻ തുഅറഫു ബിഹി സ്സാഅ, ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് അറിയപ്പെടുന്ന വല്ല അടയാളങ്ങളുണ്ടോ നബിയേ? ഹൽ മിൻ അലമിൻ തുഅറഫു ബിഹി സ്സാഅ, അന്ത്യനാൾ എപ്പോഴാണെന്ന് അറിയുന്ന വല്ല അടയാളങ്ങളും വല്ല സൂചനകളും ഉണ്ടോ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നഅം ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് അതെ, ഇന്ന മിൻ അലാമിസ് സാഅതി വഅശ്റാതിഹാ അൻ തകൂനൽ വലദു ഗൈളാ, വാശി പിടിക്കുന്ന ദുർവാശിക്കാരായ മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന മക്കൾ ഉണ്ടാകുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്.
അപ്പൊ ഒരു മാതാപിതാക്കൾക്ക് മക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ലോകാവസാനത്തിന്റെ ലക്ഷണമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. ഇന്ന് പല വാലുകളിലും എവിടെ പോയാലും എല്ലാവരും വാല് പറയാൻ പറയുന്നത് എന്താ പറയാ, എല്ലാ സ്ഥലത്ത് പോയാലും നമ്മൾ വിഷയം കൊടുക്കുന്നതിന് പകരം സംഘാടകരാണ് വിഷയം കൊടുക്കുന്നതെങ്കിൽ ഒന്ന് സൈബർ ലോകം, രണ്ട് യുവാക്കളും ധാർമ്മിക ബോധവും. എല്ലാവർക്കും പറയാനുള്ളത് ചെറുപ്പക്കാരികളെ നന്നായിട്ട് പറയണം. ഇത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ? ചെറുപ്പക്കാരികളും പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്തെങ്കിലും മാറ്റം ഉണ്ടാ? ഇതിനൊരു മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ. മാതാപിതാക്കൾ അങ്ങോട്ട് നന്നായിട്ട് പറയണം. ചെറുപ്പക്കാരൊന്നും പറയുന്നില്ല. നന്നായി മാതാപിതാക്കളെ പറയാം, എന്നാ നന്നായിക്കോളും, നാടും നന്നാവും, എല്ലാം നന്നാവും. മാതാപിതാക്കളെ പറയാൻ തുടങ്ങിയ ഈ ചെറുപ്പക്കാരികളൊക്കെ പറയുന്നത് നിർത്തി നന്നായി കൊടുക്കേണ്ട രീതിയിൽ മാതാപിതാക്കൾക്ക് നല്ല 4 ഇടി കൊടുത്താൽ എല്ലാം ശരിയാവും, പ്രശ്നങ്ങളൊക്കെ ശരിയാവും. അടിക്കാൻ കഴിയുന്ന നല്ല അടി കൊടുക്കണം. മക്കൾക്കല്ല കൊടുക്കേണ്ട മാതാപിതാക്കൾക്കാണ്. സ്വന്തം മക്കളെ നിയന്ത്രിക്കാനും സ്വന്തം മക്കളെ നിയന്ത്രണത്തിൽ ഇസ്ലാം വരച്ച ആ ഒരു ബൗണ്ടറിയുടെ ആ ഒരു നിയന്ത്രണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞ് നടക്കാൻ പാടില്ല. അതിന് കഴിയോ? മക്കളെ നോക്കാൻ കഴിയുമെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി. മക്കളെ നോക്കാൻ കഴിയുമെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി. അല്ലെങ്കിൽ കല്യാണം വരെ കഴിക്കരുത്. ഉസ്താദുമാരെ കൊണ്ട് കുറെ ചെറുപ്പക്കാരികളും പറയിപ്പിച്ചിട്ട് ഇവിടെ എന്താ ഉണ്ടായത്? ഇത് നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മൾക്ക് ശ്രമിക്കുന്നു എന്നുവെച്ചാൽ ഞാൻ വരും മലക്കായത് കൊണ്ടോ ഞാൻ വരും നല്ല ആളായത് കൊണ്ടോ എന്നതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ നമ്മളുടെ ഭാഗത്ത് അധ്വാനം വേണം. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ നന്നാവാൻ. ഇസ്ലാം എന്ന് പറയുന്നത് മുഴുവനും ദിക്റിലാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇസ്ലാം എന്ന് പറയുന്നത് മുഴുവനും ദിക്റിലാണ്. ദിക്റില്ലാത്ത മേഖലകൾ ഇസ്ലാമിലില്ല എന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലാക്കാം. ഇസ്ലാമിന്റെ ഓരോ മൂവ്മെന്റ്സും ഓരോ നീക്കുപോക്കുകളും ദിക്റിൽ അധിഷ്ഠിതമായതാണ്. ദിക്റില്ലാത്ത മേഖലകൾ ഇസ്ലാമിലില്ല. ഇനി ഒരു മനുഷ്യൻ ദിക്റില്ലാതെ നീങ്ങുകയാണെങ്കിൽ അവർ അല്ലാഹുവിൽ നിന്ന് അകലെയാണ്. അവന്റെ കൂട്ടുകാരായി പിശാചുക്കൾ ഉണ്ടാകും. പിന്നെ അവരെങ്ങനെ നന്നാവും? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ. ആരാണോ എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നത്, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ, അവർക്ക് ഞാൻ നൽകുന്നത് വളരെ ഭാരമേറിയ കുടുസുള്ള ജീവിതമാണ്, ടെൻഷൻ നിറഞ്ഞ ജീവിതമാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. വമൻ അറള മാറി നിന്നാൽ, അവഗണിച്ചാൽ, അൻ ദിക്രി എന്റെ ദിക്റിൽ നിന്ന് മാറി നിന്നാൽ. എന്താണ് എന്റെ ദിക്ർ എന്ന് ഞാൻ ശേഷം പറഞ്ഞത്. ഈ എന്റെ ദിക്ർ എന്ന് പറഞ്ഞില്ലേ, എന്റെ ദിക്റിൽ നിന്നൊരാൾ മാറി നിന്നാൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താ? ഫഇന്ന ലഹു മഈശതൻ ളൻകാ, കൺജസ്റ്റഡ് ആയ ജീവിതം, കുടുസായ ജീവിതം. ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. മക്കളെ ഓർത്ത് എപ്പോഴും ടെൻഷൻ. പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും, എന്നാൽ മക്കളെ കൊണ്ടൊരു സ്വസ്ഥത കിട്ടൂല. കല്യാണം കഴിച്ച ഭാര്യയെ കൊണ്ടൊരു ടെൻഷൻ കിട്ടൂല. ബിസിനസ് തുടങ്ങിയ സ്റ്റാഫിനെ കൊണ്ടൊരു സുഖം കിട്ടൂല. ജീവിതം മുഴുവനും ടെൻഷൻ. ആകെ ഒരു ഇടുങ്ങിയതുപോലെ, എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തുന്നത് പോലെ, എല്ലാവരും നമ്മളിൽ നകലുന്നത് പോലെ, എന്തോ ഒരു വീർപ്പുമുട്ടി ജീവിക്കേണ്ടി വരുമെന്നാ പറഞ്ഞത്. എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് ഈ രീതിയിലുള്ള കുടുസായ ജീവിതം ഞാൻ നൽകുമെന്നാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അത് മാത്രാണോ? വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അവരെ ഞാൻ നാളെ മഹ്ശറ ലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നത് അന്ധന്മാരായിട്ടാണ് എന്നാണ് പറഞ്ഞത്. കണ്ണുപൊട്ടന്മാരായിട്ടാണ്. മഹ്ശറയിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് കണ്ണ് കാണാതെ പോകേണ്ടി വരും മഹ്ശറയിലേക്ക് എത്തുമ്പോൾ. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും അവർ ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനീ അഅമാ, അല്ലാഹുവേ എന്തിനാണ് എന്നെ കണ്ണ് പൊട്ടനാക്കിയത്, എന്തിനാണ് എന്നെ അന്ധനാക്കിയത്? വഖദ് കുന്തു ബസീറാ, എനിക്ക് നീ കാഴ്ച ശക്തി തന്നിട്ടുണ്ടല്ലോ ദുനിയാവിൽ കണ്ണിന് കാഴ്ച ശക്തി തന്ന നീ എന്തേ എന്നെ കണ്ണ് പൊട്ടനാക്കി അന്ധനാക്കി മാറ്റിയത് എന്ന് അല്ലാഹുവിനോട് മഹ്ശറയിൽ വെച്ച് അവർ ചോദിക്കുമെന്നാണ്. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്,
ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ, നിനക്ക് എന്റെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് വന്നിട്ടില്ലയോ, വഅലുകൾ ഒരുപാട് കേട്ടിട്ടില്ലയോ? എത്രയോ വഅലുകൾ കേട്ടിട്ടുണ്ട്. എത്രയോ ഖുർആൻ നീ ഓതിയിട്ടുണ്ട്, ഖുർആൻ ക്ലാസുകൾ നീ കേട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ നീ കണ്ണ് ചിമ്മിയില്ലേ? അതൊക്കെ കണ്ണ് ചിമ്മി കാണാത്തതുപോലെ നടന്നില്ലേ? ഫനസീതഹാ, നീ മറന്നില്ലേ? ദുനിയാവിൽ ഇവിടെ നിനക്ക് അറിയാഞ്ഞിട്ടൊന്നുമില്ല. അറിയാതെ ഒരാൾ തെറ്റ് ചെയ്താൽ ഓക്കെ, അല്ലാഹു ശിക്ഷിക്കൂല. അറിയാതെ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ പടച്ചോൻ ശിക്ഷിക്കൂല. എന്നാ അറിഞ്ഞിട്ടും ഒരാൾ തെറ്റ് ചെയ്താൽ അല്ലാഹു വെറുതെ വിടൂലല്ലോ. നിനക്കറിയാഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, നീ അറിഞ്ഞിട്ടും കണ്ണു ചിമ്മിയില്ലേ? അറിയാത്തതുപോലെ നീ നടന്നില്ലേ? നസീതഹാ, നീ മറന്നില്ലേ? അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ, ഇന്ന് നിന്നെ ഞാൻ മറക്കുകയാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. എന്താ ഈ വമൻ അഅറദ അൻ ദിക്രി എന്ന് പറഞ്ഞത് എന്താ? ഇനി നിങ്ങൾ ആലോചിക്കണം, ഇസ്ലാമിൽ എല്ലാ സ്ഥലത്തും ദിക്റുകൾ കാണാൻ കഴിയുന്നു. എപ്പോ തുടങ്ങും ഈ ദിക്ർ? എപ്പോ തുടങ്ങും? നിങ്ങൾ നോക്കിക്കോളൂ. ഇസ്ലാമിൽ ദിക്റില്ലാത്ത ഒരു മേഖല നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു. ഒരു കുട്ടി എങ്ങനെ ഉണ്ടാവാം? കുട്ടി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാതെ ഇവിടെ കുട്ടികൾ കുറെ ഉണ്ടാവുന്നുണ്ട്. കല്യാണം കഴിക്കാതെ കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്. കൗമാരക്കാരികളിൽ ഒരുപാട് ആളുകൾ ഗർഭിണികളാകുന്നുണ്ട്. മാതാപിതാക്കൾ പോലും അറിയാതെ അവർ അബോർഷൻ നടത്തുന്നുണ്ട്. മനസ്സിലായോ? സ്വന്തം മാതാപിതാക്കൾ അറിയാതെ വീട്ടിലെ നമ്മുടെ മക്കൾ ഗർഭിണികളാകുന്നുണ്ട്. മെൻസ്ട്രേഷൻ നിന്നപ്പോ അവർക്ക് ഒരാഴ്ച ഡിലേ ആകുമ്പോ ശാരീരികമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാലോ എന്തുകൊണ്ട് ഡിലേ ആയിന്ന്. അല്ലാത്ത ഒരു ഹോസ്പിറ്റലാണിക്കും അല്ലാത്ത ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാലോ എന്തുകൊണ്ട് ഇത് ഡിലേ ആയിന്ന്. അപ്പോ ഇത് എനിക്ക് പിടിച്ചിട്ടുണ്ട്, ഇനി ഗുളിക കഴിക്കാതെ വഴിയില്ല എന്ന് പറഞ്ഞ് സ്വന്തം മാതാപിതാക്കൾ അറിയാതെ ഗുളികകൾ കഴിച്ച് അബോർഷൻ നടത്തുന്ന ആളുകളുണ്ട്. അഥവാ സ്വന്തം വീട്ടിലുള്ള ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അറിയുന്നില്ല വീട്ടിലുള്ള പെൺമക്കൾ ഗർഭിണികളാകുന്നത്, അബോർഷൻ നടത്തുന്നത് അറിയുന്നില്ല. എന്നോട് ഒരു പ്രസക്തനായ ഒരു ഡോക്ടർ പറഞ്ഞൊരു വിഷയമാണ്, കല്യാണം കഴിക്കാത്ത വിദ്യാർത്ഥിനികളൊക്കെ അബോർഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, വ്യാധിൽ പറയണമെന്ന്. സ്പെഷ്യൽ ക്ലാസ്സിനാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ഞായറാഴ്ചയും പോകുന്നില്ലേ? രാവിലെ ബാഗ് എടുത്തിട്ട് പോകുന്നില്ലേ? തിരിച്ചു വരുന്നത് എപ്പോഴാ? വൈകുന്നേരം 5 മണിക്കാണ്. എല്ലാരും കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. എല്ലാരും മേലിൽ ചുമത്തണ്ട. കുറച്ച് ആളുകൾ രാവിലെ പോകും, ഞായറാഴ്ച സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറയും. ഉമ്മ സ്കൂളിൽ വിളിച്ചു നോക്കിയിട്ടുണ്ടാവില്ല, ഏത് വിഷയം മോളെ ഇന്ന് ഏത് വിഷയ സ്പെഷ്യൽ ക്ലാസ്, ഏത് ടീച്ചർ എടുക്കുന്നത്? ആ നമ്പർ ഒന്ന് തന്നെ മാഷിന്റെ, ഞാൻ വിളിച്ചോക്കട്ടെ. നമ്പർ കൊടുത്തു, മാഷിനെ വിളിച്ചു. സ്കൂളുണ്ടോ? ഇല്ലല്ലോ, ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. പിടിച്ച് ഉള്ളിലേക്ക് വിളിച്ചിടും. നേരെ മറിച്ച് വിളിച്ചില്ലെങ്കിലോ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകും. ക്ലാസ്സിലേക്കൊന്നും എത്തൂല. വേറെ എവിടെയെങ്കിലും വെള്ളരിക്കുണ്ട് ഇവിടെ അടുത്ത അവിടെ എന്തും കൊണ്ടോ? പാർക്കൊന്നും ഉണ്ടോ? ചെമ്പല്ലിക്കുണ്ട്, വെള്ളരിക്കുണ്ട്, എന്തൊക്കെയുണ്ട് കുറെ പാർക്കുകളും ബീച്ചിലൊക്കെ. റമദാൻ മാസത്തിൽ പോലും ബീച്ചുകളിൽ മുസ്ലിം പെൺകുട്ടികളൊക്കെ പോകാറുണ്ട്. ആരെ കണ്ടവന്റെ കൂടെ റമദാൻ മാസത്തിൽ അവർക്ക് ഇറങ്ങുന്നത് സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ടാണ്. ഇനി സ്പെഷ്യൽ ക്ലാസ് തന്നെ വേണമെന്നില്ല. എല്ലാ ദിവസവും 5 ദിവസവും സ്കൂൾ ഉണ്ടെങ്കിൽ ഒരു ദിവസം കട്ടാക്കിയാൽ മതി. ഒരു ദിവസം കട്ട് ചെയ്യും. ഒരു ബുധനാഴ്ച പറഞ്ഞതുപോലെ എവിടെയെങ്കിലും കറങ്ങാൻ പോകും. വൈകുന്നേരം കൃത്യം വീട്ടിലേക്ക് എത്തും. ഉമ്മ വിചാരിച്ചു പെണ്ണ് സ്കൂളൊക്കെ പോയി വന്നതാണ്. പിറ്റേ ദിവസം അധ്യാപകൻ ചോദിക്കും, ക്ലാസ് ടീച്ചർ ചോദിക്കും, എന്ത് ഇന്നലെ വരാത്തത്? അതെന്റെ ഉമ്മ മരിച്ചു എന്ന് പറയും. ഉമ്മ മരിച്ചു പറഞ്ഞാൽ കുറച്ച് ഓവറെ പോകാൻ പിടിക്കും. അതുകൊണ്ട് കുറച്ച് ഉപ്പുപ്പ മരിച്ചെന്നോ അല്ലെങ്കിൽ തലവേദന പല്ല് വേദന എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കും. ഇങ്ങനെ സ്ഥിരം ഇടക്കിടക്ക് ലീവാക്കും. നേരെ മറിച്ച് ഈ വീട്ടിലുള്ള രക്ഷിതാക്കൾക്ക് ഈ കുട്ടിയെ കുറിച്ച് ബോധമുണ്ടെങ്കിൽ, സ്കൂളിലുള്ള അധ്യാപകരുമായി ബന്ധമുണ്ടെങ്കിൽ, സ്കൂളിലേക്ക് വരാതിരിക്കുമ്പോൾ അധ്യാപകർ ആദ്യം വിളിക്കുക രക്ഷിതാക്കൾക്ക്, നിങ്ങളെ മോള് വന്നിട്ടില്ലല്ലോ, ബന്ധമുണ്ടെങ്കിൽ, ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ, അപ്പൊ ഇവിടെ എത്തി, അപ്പൊ നിങ്ങൾ അന്വേഷിച്ചു, അപ്പൊ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയും. ഇത് ഒരു ബന്ധമില്ല സ്കൂളായിട്ട്, ഒരു ബന്ധമില്ല അധ്യാപകരായിട്ട്. ഇങ്ങനെ കന്നുകാലികളെ വിടുന്ന പോലെ വിടന്നെ. രാവിലെ വിടാ, വൈകുന്നേരം വരാ, രാവിലെ വിടാ, വൈകുന്നേരം വരാ. ഇനി സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വിടാ. പെരുന്നാളിന് പോലും സ്പെഷ്യൽ ക്ലാസ് എടുത്ത് ബാഗ് എടുത്ത് ഇറങ്ങുന്ന ആളുകളാണ്. പെരുന്നാളിന് പോലും നിങ്ങൾ റോഡിൽ ഒന്ന് ഇറങ്ങി നോക്ക്, റോഡിൽ ഇറങ്ങി നോക്ക്. രാവിലെ 6 മണി മുതൽ ഉണ്ടാവും ബാഗും പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നത്. രാവിലെ 6 മണി മുതൽ
രാത്രി 8 മണി വരെ റോഡിലുണ്ടാവും ബാഗും പിടിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും. അതിൽ സെക്കൻഡ് സാറ്റർഡേ ഉണ്ടാവും, സൺഡേ ഉണ്ടാവും. ഇനി വെക്കേഷൻ വരെയാണ് മെയ് ജൂൺ ഏപ്രിൽ മെയ് മാസത്തിൽ ആ സമയത്തുണ്ടാവും. അപ്പൊ സ്കൂൾ ലീവ് ഇട്ടില്ലേ അത് ചോദിക്കരുത്. സ്കൂളൊക്കെ ലീവ് ഇട്ടിട്ടുണ്ട്. കുട്ടികളൊന്നും ബാഗും യൂണിഫോമും അല്ലാതെ കിട്ടിട്ട് എന്നും പുറത്തന്നെ. നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എന്ത് സ്പെഷ്യൽ ക്ലാസ്, ഇത്രയൊക്കെ സ്പെഷ്യൽ ക്ലാസ്സിൽ പോയിട്ട് എന്ത് ഉണ്ടായത്? എത്ര ഏസുകാരുണ്ടായി കാസർഗോഡ്? എത്ര ഏസുകാരുണ്ടായി? ഒന്നുണ്ടോ? ഇങ്ങനെ സ്പെഷ്യൽ ക്ലാസ് SSLCയും +2 എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ ക്ലാസ് സൺഡേയും ഞായറാഴ്ചയും രാത്രിയും പോയിട്ട് എന്തുണ്ടാവാനാ? കഴിഞ്ഞ കാഞ്ഞങ്ങാട് ടൗണിൽ ഒരാഴ്ച മുമ്പ് രാത്രി 8:30 മണിക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി +2 എന്നറിയില്ല, അതായത് സെന്റ് ഓഫിന്റെ കുട്ടികളാണ് അടിച്ചു പൊളിക്കാൻ. ആൺകുട്ടികളും പെൺകുട്ടികളും 8:30 മണിക്കൊക്കെ ഇങ്ങനെ കാഞ്ഞങ്ങാട് ടൗണിൽ അടിച്ചു പൊളിക്കാൻ. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു വെച്ചാല് ഉപ്പാനെ പേടിയില്ല, തന്നെ മാതാപിതാക്കള് പേടിയില്ല. മാതാപിതാക്കള് പേടിയുള്ള ഒരു കുഞ്ഞുമോനും അതിന് നിൽക്കൂല. സ്കൂള് കഴിഞ്ഞാ വേഗം വീട്ടിലെത്തും. സ്പെഷ്യൽ ക്ലാസ് ഇല്ലെങ്കിൽ കളവ് പറഞ്ഞിട്ട് പോവില്ല. പിടിച്ചാ എന്റെ ഉപ്പ വിടൂല, പിടിച്ചാ എന്റെ ഉമ്മ വിടൂല എന്നുള്ള പേടി ഉണ്ടാവും. പേടിയില്ലേ? പിടിച്ചാലൊന്നും ചെയ്യൂല, പിടിച്ചാലൊന്നും. ഇനി അധ്യാപകന് 4 പൊട്ടിച്ചു എന്ന് വിചാരിക്കാം. അധ്യാപകന് 4 പൊട്ടിച്ചു. ജനങ്ങളും കേരളവും കാസർഗോഡും എല്ലാവരും ഞെട്ടും. അധ്യാപകന് ശിക്ഷനെ അടിച്ചോ? പക്ഷെ മാതാപിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും എന്ത് പേടി അയാൾക്ക്? മാതാപിതാക്കൾ വന്നിട്ട് അധ്യാപകനോട് തിരിച്ചു ദേഷ്യപ്പെടാൻ, നീ ആരുടെ എന്റെ മകനെ പിടിക്കാൻ, എന്റെ മകനെ ദേഷ്യപ്പെടാൻ, എന്റെ മകനെ അടിക്കാൻ നീ ആരാ എന്ന് പറഞ്ഞിട്ട് അധ്യാപകനോട് വീട്ടിലുള്ള രക്ഷിതാക്കൾ ചൂടായാലോ? പിന്നെ ധൈര്യമായില്ലേ? പിന്നെ അധ്യാപകന് മാത്രമാണോ? അച്ഛമ്മനും അടിക്കൂലേ, ഉസ്താദിന് അടിക്കൂലേ, ഖത്തീബിന് അടിക്കൂലേ? വീട്ടിൽ നിന്ന് ധൈര്യം ഉണ്ടെങ്കിൽ. അപ്പൊ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വീട്ടിലാണ്, വീട്ടിലുള്ള കാര്യങ്ങളാണ്. മാതാപിതാക്കൾക്ക് ആണത്തം എത്രത്തോളുണ്ട്, ദീനീബോധം എത്രത്തോളുണ്ട്, അതിനനുസരിച്ച് മക്കളിൽ മാറ്റം ഉണ്ടാവും. അവരെന്നെ തെമ്മാടികളായി പോയാൽ മക്കൾ തെത്തമ്മാടികളാവും. അവരെക്കാൾ ഡബിൾ സ്ട്രോങ് ഉള്ള തെമ്മാടികളായിട്ട് മാറും. അപ്പൊ ആദ്യം വാല്യൂ പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ മാതാപിതാക്കൾക്കാണ്. ഒരല്പം ബോധം കല്യാണം കഴിക്കുന്ന ആണുങ്ങൾക്കും വേണം, പെണ്ണുങ്ങൾക്കും വേണം. എന്റെ മക്കൾ സ്വാലിഹീങ്ങളാകണം എന്നുള്ള ബോധം അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പൊ ദിക്ർ എപ്പോഴായി തുടങ്ങാ? എപ്പോഴാ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത്? എപ്പോഴാ? ഒരാണും പെണ്ണും കല്യാണം കഴിക്കുമ്പോഴാണ്. ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് വൈവാഹിക ജീവിതത്തിലൂടെ ഉണ്ടാവുക. അപ്പൊ കല്യാണം കഴിക്കുമ്പോഴല്ല ദിക്ർ തുടങ്ങുന്നത്. ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതിനു മുമ്പേ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ആര്? മക്കള് സ്വാലിഹീങ്ങളാകണം എന്നാഗ്രഹിക്കുന്നവർ. ഏതാണ് ആ ദിക്ർ? ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഒരു 18 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ SSLC പഠിക്കാണ്. 15 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ SSLC പഠിക്കാണ്. അവനും ഈ ദുആ ചെയ്യണം. അവന് കല്യാണം ആയിട്ടില്ല, ഭാര്യ ആയിട്ടില്ല, കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല. പക്ഷെ അവനും ദുആ ചെയ്യണം. 15 വയസ്സായിട്ടുള്ളൂ. അല്ലാഹുവേ, കൺകുളിർമയുള്ള ഭാര്യ എനിക്ക് നീ തരണേ അല്ലാ, കൺകുളിർമയുള്ള മക്കളെ നീ എനിക്ക് തരണേ അല്ലാ എന്ന് 15 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യണം. കല്യാണം കഴിഞ്ഞാൽ നിർത്താൻ പാടുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞാലും ആ പ്രാർത്ഥന തുടരണം. മക്കളുണ്ടായ നിർത്താൻ പാടുണ്ടോ? ഇല്ല. മക്കളുണ്ടായാലും ആ പ്രാർത്ഥന തുടരണം, മരണം വരെ തുടരണം. കല്യാണം കഴിയാത്തവർ ആണാണെങ്കിൽ അല്ലാഹുവേ എനിക്ക് നല്ലൊരു ദീനീബോധമുള്ള ഇണയെ തരണമെന്നാണ്. കല്യാണം കഴിഞ്ഞാൽ അല്ലാഹുവേ എന്റെ ഭാര്യയെ ദീനീബോധമുള്ള ഭാര്യയാക്കണേ എന്നാണ്. മക്കളുണ്ടായാൽ അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളാക്കണമെന്നാണ്. മക്കളില്ലെങ്കിൽ സ്വാലിഹായ മക്കളെ തരണമെന്നാണ്. മരണം വരെ ദുആ ചെയ്യണം. അഥവാ പ്രായപൂർത്തി എത്തിയ ഒരാൾ ഓരോ നിസ്കാര ശേഷവും ചെല്ലേണ്ട ഒരു ദിക്റാണ്, ഒരു ദുആ ആണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما. ഒരു പെണ്ണാണെങ്കിലോ, അല്ലാഹുവേ എനിക്ക് നീ നല്ലൊരു ഭർത്താവിനെ തരണം, ദീനുള്ള ഭർത്താവിനെ. കല്യാണം കഴിഞ്ഞിട്ട് ആ പെണ്ണ് ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവേ എനിക്ക് തന്ന ഭർത്താവിനെ ദീനുള്ള ഭർത്താവാക്കണേ എന്നാണ്. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പാണെങ്കിൽ സ്വാലിഹായ മക്കളെ തരണമെന്നാണ്. മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണമെന്നാണ്. ഈ ഒരു ദിക്റാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പൊ ഇത് കല്യാണം കഴിയുന്നതിന് മുമ്പ് നാം കുടുംബജീവിതത്തിൽ ഇങ്ങനെ പോവാണ്. കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള ഒരു ദിക്ർ ഇതാണ്. ഇനി നമ്മൾക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് വരാം. കല്യാണ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ തീരുമാനമായി. അങ്ങനെ പെണ്ണ് കാണാൻ പോയി.
പെണ്ണിഷ്ടപ്പെട്ടു. പെണ്ണിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിക്കാഹാണ് ആദ്യമായൊരു ദാമ്പത്യ ജീവിതത്തിലെ ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത് നിക്കാഹാണ്. ആ നിക്കാഹ് തന്നെ തുടങ്ങുന്നത് ദിക്റിലൂടെയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അല്ലാഹുവിന്റെ കരാറിൽ നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു തരികയാണ്. കൂടെ നിർത്തുമ്പോൾ മാന്യമായി അന്തസ്സോടുകൂടി നിർത്തണം. കഴിയില്ലേ മാന്യമായി അവളെ പിരിച്ചുവിടണം എന്ന വാക്കോടുകൂടി, എന്ന കരാറോടുകൂടിയാണ് നിനക്ക് ഞാൻ കെട്ടിച്ചു തരുന്നത്. ഞാൻ എന്റെ മകളെ കെട്ടിച്ചു തന്നു. ഞാനത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഉപ്പ മകളെ ഏൽപ്പിച്ചു ഭർത്താവിന്റെ കയ്യിൽ. ഇതുവരെ ഭർത്താവും പെണ്ണും ബന്ധം തുടങ്ങിയിട്ടില്ല. ആ നിക്കാഹോടുകൂടി ബന്ധം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് തന്റെ ജീവിത സഖിയെ കാണാൻ വേണ്ടി മുറിയിലേക്ക് പോവാൻ. കല്യാണ ദിവസം എല്ലാവരും മാറി നിന്നു. എന്നിട്ട് ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഡോറ് തുറന്നു തന്നു. ചില ആളുകൾ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പെണ്ണിന്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ, എല്ലാവരും അല്ല, ചില ആളുകൾ എത്രയോ വട്ടം അങ്ങനെ നിന്നിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഇതൊരു ഇംപ്രസ് ഉണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല, അവർക്കൊരു അനുഭവം ഉണ്ടാവില്ല. ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ, ആദ്യമായിട്ടൊരു പെണ്ണിനെ കാണുമ്പോൾ ഒരു വിറയലുണ്ടാകും, തൊടാനൊരു പേടി ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാവും ഫസ്റ്റ് ടൈം ആണെങ്കിൽ. ഇതൊക്കെ നിരന്തരം സ്കൂളിലൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് എന്ത് പേടി, അവർക്കൊരു ഒരു പുത്തിരിയല്ല. ഞാനിത് ഇത്ര കണ്ടതാണ് അവരുടെ മനസ്സിലുണ്ടാവും. പെണ്ണിനും അങ്ങനെ, ആണിനും അങ്ങനെ. അപ്പൊ നല്ലൊരു മനുഷ്യനും നല്ലൊരു ആണും നല്ലൊരു പെണ്ണും ഇതുവരെ അന്യപുരുഷന്റെ കൂടെ കണ്ടിട്ടില്ല, പോയിട്ടില്ല, നടന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പ്രണയിച്ചിട്ടൊന്നുമില്ല, തൊട്ടിട്ടില്ല, അങ്ങനെ ഒരു ആളാണെങ്കിൽ ആദ്യമായി രണ്ടുപേരും മുറിയിലേക്ക് കിടക്കണം. ആദ്യമായിട്ട് കാണുമ്പോ തന്നെ കെട്ടിപ്പിടിച്ച് ചുംബിക്കലോ ഉമ്മ വെക്കലോ ഒന്നും അല്ല. ആദ്യം കാണുമ്പോ ഒരു ദിക്റാണ് അള്ളാഹു പഠിപ്പിച്ചത്. ആദ്യം ഫസ്റ്റ് സൈറ്റ് നമ്മുടെ ജീവിത സഖിയെ ആദ്യമായിട്ട് നമ്മൾക്ക് കിട്ടാൻ. അപ്പൊ ഫസ്റ്റ് സൈറ്റിൽ തന്നെ നീ തുടങ്ങേണ്ടത് ദിക്റിലൂടെയാണ്. അവളുടെ തലയിൽ നീ കൈവക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹി. അല്ലാഹുവേ വ ഖൈറ മാ ജബൽത അലൈഹാ. അല്ലാഹുവേ, ഈ പെണ്ണ് അഥവാ എന്റെ ജീവിത സഖി, അവളുടെ എല്ലാ ഖൈറും നീ എനിക്ക് തരണേ അല്ലാഹ്. ഈ പെണ്ണിൽ എന്തൊക്കെ ഖൈറുണ്ടോ അതൊക്കെ നീ എനിക്ക് തരണം റബ്ബേ. ഈ പെണ്ണിൽ വല്ല ഷർറുമുണ്ടോ ആ ഷർറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ. ആദ്യമായി ഒരു പെണ്ണിനെ കാണുമ്പോൾ ചെല്ലേണ്ട ദിക്റാണിത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണിത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി. അത് മറ്റൊരു ഹദീസാണ്. അതേപോലെ വ ഖൈറ മാ ജബൽത അലൈഹാ വ അഊദു ബിക മിൻ ശദ്ദിഹാ വ ശദ്ദി മാ ജബൽത അലൈഹി. അല്ലാഹു ജുബിലത അലൈഹി. അങ്ങനെ കുറെ റിപ്പോർട്ട് ഉണ്ട് ആ വിഷയത്തിൽ. ഏതായാലും ഒരു റിപ്പോർട്ട് പ്രകാരം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹി. അല്ലാഹുവേ, അവളുടെ ഖൈർ ഞാൻ ചോദിക്കുകയാണ്. അവളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ഖൈറും നീ എനിക്ക് തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ശർറഹാ വ അഊദു ബിക മിൻ ശദ്ദിഹാ. അവളുടെ എല്ലാ ഷർറിൽ നിന്നും നീ എന്നെ കാക്കണേ അല്ലാഹ്. വ മിൻ ശദ്ദി മാ ജബൽതഹാ അലൈഹി. അവളിൽ നിന്നുണ്ടാകാൻ പോകുന്ന ഷർറിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. ഫസ്റ്റ് സൈറ്റിൽ ഒരു പെണ്ണിനെ കണ്ടിട്ട് തലയിൽ വെച്ച് പറയേണ്ടത് ദിക്റാണ്. അവളുടെ ഷർറിൽ നിന്ന് കാക്കണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇങ്ങനെ മൂടും കറുപ്പിച്ച് നിൽക്കൂല. ഇതൊക്കെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ ചൊല്ലിയിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരു 4-5 മാസം ആകുമ്പോ ഇങ്ങനെ കുറുമ്പും കാട്ടി എപ്പോഴും പിണക്കായിട്ട്, എപ്പോഴും പരാതിയായിട്ട്, എപ്പോഴും പരിഭവങ്ങളെ, വീട്ടിൽ പോകാനേ താല്പര്യമില്ല. എപ്പോ നോക്കിയാലും ഈ പെണ്ണ് കിരി ഗുണുണ്ടാവും, ഒരു സ്വസ്ഥത തരൂല. എന്ത് കണ്ടാലും കുറവല്ലാതെ പെണ്ണിന് കാണാനുണ്ട്. അങ്ങനെ ഭൂരിഭാഗം അങ്ങനെയാണ്. കുറച്ചേ ഉള്ളൂ നല്ലത്. അറിഞ്ഞിടത്തോളം, മനസ്സിലാക്കിയിടത്തോളം ബഹുഭൂരിഭാഗം ഈ സ്വഭാവക്കാരാണ്. ഒരു 25% നല്ല ടീമുള്ളൂ. ഒരു അച്ചടക്കത്തോടെ, ഒരു മര്യാദയോടൊക്കെ ഉള്ളത് കുറച്ചെണ്ണുള്ളൂ. ബാക്കിയൊക്കെ പുതിയാപ്പളമാരെ ചോറാക്കുന്ന ടീം തന്നെയാണ്. അതിന് ആര് നിഷേധിച്ച, ഞാൻ അറിഞ്ഞിടത്തോളം ബഹുഭൂരിഭാഗം സംഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയെടുത്തോളം.
നമ്മുടെ കഥകൾ പറയുമല്ലോ എല്ലാവരും. കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ സംഭവങ്ങളും കഥകളൊക്കെ പറയുമല്ലോ. വീട്ടിൽ പോകാൻ തന്നെ താല്പര്യമില്ലാത്ത എത്രയോ പുതിയാപ്പിളമാരുണ്ട്. എല്ലാവരും എന്താ കല്യാണം, എന്തൊരു താല്പര്യം കല്യാണം കഴിക്കുമ്പോൾ, എന്തൊരു ആവേശ കല്യാണം കഴിക്കുമ്പോൾ. പന്തലിന് ചെലവഴിക്കുന്നത് 10 ലക്ഷം, ഡ്രസ്സിന് ചെലവഴിക്കുന്നത് 5 ലക്ഷം, പൊന്ന് വാങ്ങി കൊടുക്കുന്നത് ഒരു 25 പവൻ മഹർ, എന്തൊക്കെ ആയിട്ടാ, എത്ര കൊടുത്താൽ എന്താ, 2-6 മാസം കഴിഞ്ഞാൽ എങ്ങനെ കുറുമ്പ് കാട്ടാനുള്ളതാ. ഇത്രയേ ഉള്ളൂ. ബഹുഭൂരിഭാഗം ഇങ്ങനെ തന്നെയാണ്. ഭർത്താവിന് ജീവിതത്തിൽ സ്വസ്ഥത നൽകുന്നത് അല്പം 10 ഉള്ളൂ, 100-ൽ 10 ഉള്ളൂ. ആ 10 ദീനുള്ളവരായിരിക്കും, ബാക്കി 90 ദീനില്ലാത്തവരായിരിക്കും. ദീനില്ലാത്തവർ മരണം വരെ സ്വസ്ഥത തരൂല്ല. ആവശ്യം ഞാൻ പറയാതായാലും ആദ്യമായിട്ട് കാണുമ്പോൾ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറയാൻ അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. ആ ദിക്റിലൂടെ തുടങ്ങിയാൽ പിന്നെയുള്ളതിലെല്ലാം അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. തുടങ്ങേണ്ടത് അങ്ങനെയാണ്. നമ്മൾ അതിനു മുമ്പേ തുടങ്ങും. വാട്സപ്പ് ചാറ്റിങ്ങും വീഡിയോ കോളും കറങ്ങാൻ കൊണ്ടുപോലും ഒക്കെ മുമ്പേ തുടങ്ങുന്നത് തന്നെ തെറ്റാണ്. ഇങ്ങനെ കല്യാണം കഴിയാനുള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ചു നോക്ക്. ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്നില്ല നോക്ക്. അല്ലാഹു തആല പറഞ്ഞു തസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറഞ്ഞത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവാനാണ് എന്ന് അല്ലാഹു ഖുർആൻ പറഞ്ഞില്ലേ. അതുപോലെ അനുഭവിക്കാൻ കഴിയും ഈ പറഞ്ഞ സ്റ്റൈലാണെങ്കിൽ. നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ തുടങ്ങും. എൻഗേജ്മെന്റ് കഴിയുന്നതിന് മുമ്പ് വേറെ 100 ഉണ്ടായിരുന്നു, വേറെ വിഷയമാണ്, അത് വേറെ ഉണ്ടായിരുന്നു. ഇനി എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം പുതിയൊന്ന് കിട്ടിയെന്നുള്ളൂ, 101ാമത്തേത്. ഇനി 101ാമത്തെ കിട്ടുമ്പോ മറ്റുള്ള 100 വിടോ? അതില്ല, അത് വേറെ തന്നെ ഇവിടെ ഉണ്ടാവും, അത് വേറെ തന്നെ ഫോണിലുണ്ടാവും. അത് ഭാര്യ അറിയാതെ ഇങ്ങനെ കൊണ്ടു നടക്കും. ഭാര്യ പിടിച്ചാ പിന്നെ അതും പോയി, ജീവിതത്തിൽ സ്വസ്ഥത വീണ്ടും നഷ്ടപ്പെട്ടു. ഇങ്ങനെ നമ്മളിങ്ങനെ അള്ളാഹുവിന്റെ നേരെ വിപരീതമായി ജീവിച്ചു തുടങ്ങിയിട്ട് ദിക്റുമില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ ജീവിതത്തിൽ സമാധാനം അന്തസ്സൊക്കെ ഉണ്ടാവും? ഒന്നാമത്തെ ദിക്ർ, കുടുംബജീവിതം തുടങ്ങുന്നതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പെണ്ണിന്റെ തലയിൽ കൈവച്ച് ആദ്യമായൊരു പെണ്ണിനെ കാണുമ്പോൾ ദിക്റിലൂടെയാണ് ജീവിതം തന്നെ തുടങ്ങുന്നത്. اللهم إني أسألك خيرها وخير ما جبلتها عليه وأعوذ بك من شرها وشر ما جبلتها عليه. ഇത് ചൊല്ലിയിട്ടാണ് അന്ന് ഒരാൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് ശേഷമുള്ള പ്രയാണങ്ങളിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് എന്തും ചെയ്യാം, അയാൾ കെട്ടിപ്പിടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അന്ന് കഴിഞ്ഞു. അങ്ങനെ പുറത്തു വന്നു, പുതിയാപ്പിളയൊക്കെ വീട്ടിലെത്തി. രാത്രി ഇൻഷാ അല്ലാഹ് ആദ്യ രാത്രിക്ക് വേണ്ടി വീട്ടിലെത്തി, ഭാര്യയുടെ വീട്ടിലെത്തി. ഭക്ഷണമൊക്കെ കഴിച്ചു, മുറിയിൽ പോയിട്ട് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അല്ലാഹുമ്മ ഇന്നി അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തനാ. അല്ലാഹുവേ, പിശാചിന്റെ ശർറിൽ നിന്ന് എന്നെയും എന്റെ ഭാര്യയെയും നമ്മൾക്കുണ്ടാകുന്ന മക്കളെയും നീ കാക്കണേ എന്നാണ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പേ ചെല്ലേണ്ട ദിക്ർ. അവിടെയും ദിക്റുണ്ട്. നിങ്ങൾ എവിടെ ദിക്ർ ഇല്ലാത്തത് പറ, ദിക്ർ ഇല്ലാത്ത സ്ഥലം എവിടെന്ന് പറ. ദിക്ർ വളരെ പ്രധാനമാണ്. ഈ ദിക്ർ ഒഴിവാക്കുമ്പോഴാണ് മക്കളൊക്കെ തെമ്മാടികളായി പോകുന്നത്. ഈ ദിക്ർ ഒഴിവാക്കുമ്പോഴാണ് നമ്മുടെ മക്കളൊക്കെ തെമ്മാടികളായി പോകുന്നത്. ഇസ്ലാം പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിന്റെ മാറ്റങ്ങൾ നിങ്ങളുടെ വീട്ടിലും കുടുംബങ്ങളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. اللهم جنبني الشيطان وجنب الشيطان ما رزقتنا. ഇതെന്തെയ്യുന്നറിയോ? കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൊക്കെ പരിചയത്തിലുള്ള ഉസ്താദന്മാരെ വിളിച്ചേക്കും, ഉസ്താദെ ആ ദിക്റും നിങ്ങൾ പറഞ്ഞുതരോ, അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചരോ. എന്താ ഫസ്റ്റ് നൈറ്റിൽ പറയാനുള്ള ദിക്ർ? അങ്ങനെ ഒരു ദിക്ർ ഇല്ല കേട്ടോ. ഫസ്റ്റ് നൈറ്റിൽ പറയാനൊരു ദിക്ർ ഇല്ല. ആദ്യം കാണുമ്പോ തലയിൽ വെച്ച് ചെല്ലാനൊരു ദിക്റുണ്ട്. ഫസ്റ്റ് നൈറ്റിൽ പറയാനൊരു ദിക്റൊന്നുമില്ല. ഈ ദിക്ർ നിങ്ങളുടെ മരണം വരെ ചെല്ലണം. സത്യത്തിൽ ഫസ്റ്റ് നൈറ്റ് ഇത് ചെല്ലിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഫസ്റ്റ് നൈറ്റിൽ ബഹുഭൂരിഭാഗം ആളുകളും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ഫസ്റ്റ് നൈറ്റ് ഇത് ചെല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ചെല്ലേണ്ടത് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്താണ്. മക്കളുണ്ടാവാൻ സാധ്യതയുള്ളത് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ്. അപ്പോ ഫസ്റ്റ് നൈറ്റ് ആയാലും ഇനി സെക്കൻഡ് നൈറ്റ് ആയാലും മരണം വരെ ഭാര്യയുടെ കൂടെ നിങ്ങൾ കിടന്നുറങ്ങുമ്പോ ഈ ദിക്ർ നിങ്ങൾ ചെല്ലണം. ആണും ചെല്ലണം, പെണ്ണും ചെല്ലണം. ദിക്റിലൂടെയാണ് തുടങ്ങേണ്ടത്. അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തനാ. ഒന്നാമത്തെ രാത്രി കഴിഞ്ഞു, രണ്ട് സംസാരിക്കുമ്പോഴേക്കും സുബഹിയായി. എത്ര പെട്ടെന്ന് സുബഹിയായി എന്നൊക്കെ ചോദിക്കും. സുബഹിയായി. ഏതായാലും രാവിലെ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം രാത്രി വീണ്ടും രാത്രി രണ്ടുപേരും ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ പെണ്ണും പറയണം ആണും പറയണം അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാൻ
മധുവിധം ആഘോഷിക്കാൻ ഒരു മാസമൊക്കെ പിടിക്കുന്ന ആളുകളുണ്ട്. ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ രണ്ടുപേരും തമ്മിലൊന്ന് ആ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ കഴിയും. ചില ആളുകൾക്ക് അങ്ങനെയാണ്. അപ്പൊ അതുവരെ ഇവര് ചെല്ലിയത് അവർക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല, പിശാചിന്റെ ഷറിൽ നിന്നൊക്കെ കാക്കും. പക്ഷേ അതിന്റെ ശരിക്കുള്ള എഫക്റ്റ് നിങ്ങൾ ഇത് ചെല്ലിയിട്ടാണ് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്. അന്നത്തെ രാത്രി നിങ്ങൾക്ക് കുട്ടികളുണ്ടായാൽ ലം യദുർറഹു ഉമ്മുസ്ബിയാൻ, ആ കുട്ടിക്ക് പിശാചിന്റെ ശർ ഉണ്ടാവൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഫസ്റ്റ് നൈറ്റിലും ചൊല്ലി, ഒരാഴ്ച ചൊല്ലി, ആദ്യത്തെ ഒരാഴ്ച ചൊല്ലി, നിങ്ങൾക്ക് അള്ളാഹു മക്കളെ തരാൻ വിചാരിച്ച ആ രാത്രി നിങ്ങളത് ചൊല്ലിയില്ല. നിങ്ങൾ എല്ലാ രാത്രിയിലും ചെല്ലുന്നുണ്ട്. മക്കളെ തരാൻ അള്ളാഹു തീരുമാനിച്ച രാത്രി നിങ്ങൾക്ക് കട്ടകാലത്തിന് ചെല്ലാനിത് മറന്നു. ആണിനും മറന്നു, പെണ്ണിനും മറന്നു. അന്ന് കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് പൈശാചികമായ ശറുണ്ടാകും. ആ കുട്ടിയെ നന്നാക്കാൻ കുറച്ച് പണിയുണ്ടാവും. ആ കുട്ടി പറഞ്ഞാൽ കുറച്ച് മോട്ട് കാട്ടും, ഒരു വാശി പിടിക്കുന്ന കുട്ടിയായിരിക്കും. വേല പറഞ്ഞാലും ഉപദേശമൊന്നും കേൾക്കൂല, മാതാപിതാക്കളൊന്നും അനുസരിക്കൂല. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം മറന്നിട്ട് അന്നത്തെ രാത്രി കുട്ടി ഉണ്ടായാൽ, ഇത് ചെല്ലാത്ത രാത്രിയാണെങ്കിൽ പൈശാചികമായ ശറുണ്ടാവും. നമ്മുടെ ഒരു കുടുംബ ജീവിതത്തിൽ മക്കൾ ഉണ്ടാവാനുള്ള തുടക്കമാണ് കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള ദുആയാണ് റബ്ബനാ ഹബലനാ എന്നുള്ളത്. നല്ല ഇണയെ കിട്ടാനുള്ള ദുആ. നബി തങ്ങൾ പറഞ്ഞു, തഖയ്യറൂ ലിനുതഫിക്കും. കല്യാണം ചില ആളുകൾ കഴിക്കുന്നത് എന്തിനാണ്? സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്. ബഹുഭൂരിഭാഗവും അങ്ങനെയാണ്. സൗന്ദര്യം നോക്കിയിട്ട ബഹുഭൂരിഭാഗം ആളുകളും കല്യാണം കഴിക്കണം. അതിന് കാരണം സ്കൂൾ വിടുന്ന സമയത്ത് ബൈക്കും ബുള്ളറ്റും കാറൊക്കെ എടുത്ത് പോകുന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അടയാളം. പിന്നെ ടെക്സ്റ്റൈൽസിലും കല്യാണ മണ്ഡപങ്ങളിൽ വെച്ച് കാണുന്നത്, ബസ്സിൽ കാണുന്നത്, ഇതൊക്കെയാണ് ബഹുഭൂരിഭാഗം ആളുകൾക്കും പെണ്ണ് തെരഞ്ഞെടുക്കാനുള്ള വഴി. ഇതൊക്കെയാണ്. അതിന്റെ അർത്ഥം സൗന്ദര്യമാണ് പ്രധാനം. ചില ആളുകൾ തറവാട് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട്. വലിയ വലിയ മുതലാളിമാർക്ക് സൗന്ദര്യം ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല. അവർക്ക് അവരെ പോലെ തന്നെ വലിയ കോടീശ്വരന്മാരാവണം. വലിയ മുതലാളിമാർ. ഇപ്പൊ അംബാനിന്റെ പെണ്ണിനൊന്നും നമ്മുടെ നാട്ടിലുള്ള ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കും? ഇനി ലോകസുന്ദരിയാണെന്ന് വിചാരിച്ചോ, നമ്മുടെ നാട്ടിൽ ലോകസുന്ദരി ഉണ്ടെന്ന് വിചാരിച്ചോ അവന്റെ മോനൊന്നും കല്യാണം കഴിക്കും? ഇല്ല. അവർക്ക് അവരുടെ ആ എക്കണോമിക്കൽ സാമ്പത്തികമായിട്ടുള്ള നിലവാരത്തിനനുസരിച്ചുള്ള ഒരു കുടുംബം വേണം. വലിയ വീട് വേണം, വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളെ അവർ കഴിക്കുള്ളൂ. അപ്പൊ സമ്പത്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട്. ചില തറവാട്ടുകാർ, അവർക്കും അതേപോലെ നല്ല സൗന്ദര്യം അവർക്ക് അത്ര മാതാപിതാക്കൾക്ക് ദഹിക്കൂല. ചില ആളുകൾ തറവാട് എന്ന് പറഞ്ഞിട്ട് മരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. തറവാട്ടുകാരെ പള്ളിന്റെ സെക്രട്ടറി ആവാൻ പാടുള്ളൂ, തറവാട്ടുകാരെ പ്രസിഡന്റ് ആവാൻ പാടുള്ളൂ, തറവാട്ടുകാരെ ഇവിടെ സ്കൂൾ നോക്കാൻ പാടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ തക്കവയുള്ള ആളാകേണ്ടത് തറവാട്ടാരൊന്നുമല്ല. തക്കവയുള്ള ആളാ പള്ളി നോക്കേണ്ടത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. എന്ത് തറവാട്ടുകാർക്ക് എന്തൊക്കെ ഉള്ളത്? തറവാട്ടുകാരെന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് നാട്ടില്. അതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. തറവാട്ടിന്റെ പേര് നാട്ടിൽ ഭിന്നിപ്പുണ്ടാവാറുണ്ട്, ഗ്രൂപ്പിസങ്ങൾ ഉണ്ടാവാറുണ്ട്. തറവാടൊന്നല്ല. തറവാട്ടുകാരന് തക്കവയുണ്ടോ? സെലക്ട് ചെയ്യാൻ യോഗ്യനാണ്. തറവാട്ടുകാരന് തക്കവയില്ലേ? തറവാടില്ലാത്ത ഒരാൾക്ക് തക്കവയുണ്ടോ? അയാളെ തിരഞ്ഞെടുക്കേണ്ടത്. അല്ല, തറവാട് നോക്കിയിട്ടല്ല, തക്കവയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അള്ളാഹു ബോധം നൽകട്ടെ, അള്ളാഹു ബോധം നൽകട്ടെ. അപ്പൊ തറവാട്ടുകാര് നല്ല തറവാട് തന്നെ അവർക്ക് വേണം. അവരുടെ മകൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രണയിച്ചു, ആദ്യം നോക്കുന്നത് തറവാട് എങ്ങനെ പോരാ, തറവാടില്ല, അതുകൊണ്ട് വേണ്ട. അപ്പൊ തറവാട് നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്. പിന്നെ ചില ആളുകൾ സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കും, ചില ആളുകൾ സമ്പത്ത് നോക്കും, ചില ആളുകൾ പെണ്ണിന്റെ ദീന് നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്. തറവാടൊക്കെ ഉണ്ട്. അപ്പൊ അവരൊരു തറവാട് നോക്കി, അവർ കുറച്ച് മോഡേൺ ഫാമിലിയാണ്. ഇവരാണെങ്കിൽ നല്ല ഓർത്തഡോക്സ്, ഒരു പാരമ്പര്യമുള്ള പഴമയുള്ള പടച്ചോനപ്പെട്ടുള്ള ഒരു ടീമാണ്. അപ്പൊ അവര് പറയും, നമുക്കത് വേണ്ട, വീട് ചെറുതായാലും കുഴപ്പമില്ല, കുടുംബം ചെറുതായാലും കുഴപ്പമില്ല, നല്ലൊരു ദീനുള്ള പെണ്ണിനെ നോക്കിയിട്ട് കല്യാണം കഴിക്കാമെന്ന്. അങ്ങനെ അവര് ദീനുള്ള കല്യാണം, ദീനുള്ള പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കും. ആരുടെ കല്യാണമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷത്തോടെ മരണം വരെ ജീവിക്കാൻ കഴിയുന്നതാർക്കാണ്? സമ്പത്ത് നോക്കിയവനും തറവാട് നോക്കിയവനും അതേപോലെ തന്നെ സൗന്ദര്യം നോക്കിയവനും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവൂല. തുടക്കകാലത്തൊക്കെ രസമുണ്ടാവും, പിന്നെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവൂല. എന്നാൽ ദീന് നോക്കി ഒരാള് കല്യാണം കഴിച്ചാൽ ആ പെണ്ണിങ്ങനെ കിരികിരിയാക്കാൻ നിൽക്കൂല, ആ പെണ്ണ് ഭർത്താവിനെ വിഷമിപ്പിക്കാൻ നിൽക്കൂല. ആ പെണ്ണ് മനസ്സിലാക്കുന്നത് എന്റെ ഭർത്താവിന്റെ വിഷമം എന്റെ വിഷമമാണ്, ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ എന്റെ ഭർത്താവിന് വിഷമമാവോ എന്നൊരു പേടി ഉണ്ടാവും. അത് പഠിക്കേണ്ടത് ഉമ്മു സുലൈം ബീവിയിൽ നിന്നാണ്. ഭർത്താവ് വരുമ്പോ മകൻ മരിച്ചിട്ടുണ്ട്,
മകൻ മരണപ്പെട്ടിട്ട് ആ ഭർത്താവിനെ അറിയിക്കാതെ മറമാടുകയുണ്ടായി. എന്നിട്ട് ഭർത്താവ് വന്നിട്ട് വീട്ടിലെത്തുമ്പോ ഭർത്താവ് ചോദിച്ചു, എവിടെ നമ്മുടെ മകൻ, എവിടെ കുഞ്ഞെവിടെ? കുഞ്ഞു ഉഷാറിൽ ഉറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്തു, നല്ല ഭക്ഷണം കൊടുത്തു. ഭാര്യ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോ, ഗൾഫുകാർക്ക് എപ്പോഴും ഫസ്റ്റ് നൈറ്റ് ആണെന്ന് പറയാറുണ്ട്. 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ അവർക്ക് ആദ്യ രാത്രി തന്നെയാണ്. നാട്ടിലെപ്പോഴും ഉണ്ടാകുമ്പോ ആദ്യ രാത്രി ഉണ്ടാവില്ല. ഗൾഫിൽ പോയിട്ട് വരുമ്പോ 1 വർഷം കഴിഞ്ഞാലും 2 വർഷം കഴിഞ്ഞാലും അവർക്കൊന്നും ആദ്യ രാത്രി തന്നെ, 50 വയസ്സായാലും ആദ്യ രാത്രി തന്നെയാണ്. അപ്പൊ ഭർത്താവ് ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഭർത്താവിന് ഭാര്യയുടെ കൂടെ കിടപ്പറ പങ്കിടണം എന്നുള്ള അതിയായ താല്പര്യം ഉണ്ടാവും. നല്ല തക്കവയുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ. വേറെ എവിടെയെങ്കിലും പോകുന്ന ആളുകൾക്ക് അതൊന്നും വിഷയമില്ല, നേരത്തെ പറഞ്ഞല്ലോ, തക്കവയുള്ള ഭർത്താക്കന്മാർക്കൊക്കെ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായി ഈ ഭാര്യയ്ക്ക് മനസ്സിലെ ഭർത്താവ് ദൂരെ നിന്ന് യാത്ര ചെയ്യാണല്ലോ, ആ ഭർത്താവിന് ശാരീരികമായ താല്പര്യങ്ങൾ ഉണ്ടാവുന്ന ഉറപ്പാണ്. ഇനി ഞാൻ വന്ന ഉടനെ മകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ആകെ ഡെസ്പാവും. മകൻ മരിച്ച ദിവസം വന്നിട്ട് എങ്ങനെയാ ഭക്ഷണം കഴിക്കുക, എങ്ങനെയാ കിടപ്പറ പങ്കിടുക? അതുകൊണ്ട് അതൊന്നും പറയാതെ മറച്ചു വെച്ചു. നല്ല ഭക്ഷണം കൊടുത്തു, കിടപ്പറ പങ്കിട്ടിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭാര്യ പറഞ്ഞു, പിന്നെ ഒരാള് നിങ്ങളോട് എന്തെങ്കിലും ഒരു കടം വാങ്ങിയാൽ നിങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. കൊടുത്തില്ലെങ്കിലോ ഡിസംബർ 22-ാം തീയതി, ഫെബ്രുവരി 22-ാം തീയതി തരാന്ന് പറഞ്ഞു. നിങ്ങൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ മോശക്കാരനാണ്. നിങ്ങൾക്ക് തരാണ്ടെങ്കിലോ, അഥവാ നിങ്ങളോട് 10,000 രൂപ ഇന്ന് തരാന്ന് പറഞ്ഞു തന്നില്ലെങ്കിലോ അക്രമിയാണ് അയാൾ. എങ്കിൽ അള്ളാഹു നമ്മൾക്ക് അതേപോലെ കടം തന്നതല്ലേ നമ്മുടെ മക്കളൊക്കെ? ആ കടം തന്ന ആൾ അള്ളാഹു തിരിച്ചു പിടിച്ചിരിക്കാൻ, കടം തിരിച്ച് അള്ളാഹു ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മ കൊടുക്കണ്ടേ? കൊടുക്കണം. അള്ളാഹുവിന് കൊടുത്തിരിക്കുകയാണ്, മകൻ പോയിരിക്കുകയാണ്. പഠിച്ചോനെ പുതിയാപ്പിളിക്ക് വലിയ വിഷമം. എന്താ വിഷമം എന്നറിയോ? ഞാൻ ഇങ്ങനെ മകൻ മരിച്ച ദിവസമാണല്ലോ ഇങ്ങനെയൊക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. നേരെ നബി തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് പരാതി പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവിന് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ആ സ്വഭാവം, നിങ്ങളുടെ പെണ്ണിന്റെ ആ പെരുമാറ്റം. അള്ളാഹുവും ആകാശങ്ങളിലുള്ളവരെ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. അള്ളാഹു തആല ബാറകല്ലാഹു ഫീ ലൈലതികുമാ, നിങ്ങളുടെ ആ രാത്രിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. അന്നത്തെ രാത്രിയിൽ അവർക്ക് അള്ളാഹു ഒരു കുട്ടിയെ നൽകി. ആ കുട്ടി ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതനായി മാറി. അബ്ദുല്ലാഹ് ഇബ്നു അബീ തുൽഹ റളിയല്ലാഹു അൻഹു.